ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറേ സ്മാർട്ട് ഐഡിയാസ് നോക്കാം. ഫസ്റ്റ് ഐഡിയ, നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ ബെഡിൽ വിരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ താഴോട്ടിങ്ങ് വന്നു പോകും. ഫിറ്റഡ് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഫിറ്റഡ് ബെഡ്ഷീറ്റ് വാങ്ങിച്ചാൽ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ചിലപ്പം ചില ബെഡിനോടത് ചേരത്തില്ല, ചില ബെഡിലത് പാകമാകത്തില്ല. സോ നമ്മുടെ ബെഡ്ഷീറ്റ്, സാധാരണ ബെഡ്ഷീറ്റിൻ്റെ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ഒരു കെട്ടിട്ട് വയ്ക്കാം. ഉണ്ടോ? ഇങ്ങനെ കെട്ടിട്ടിട്ട് ഇതിൻ്റെ അടിയിലേക്ക് അങ്ങ് കയറ്റി വയ്ക്കാം. ഈ ഫിറ്റഡ് ബെഡ്ഷീറ്റിന് പ്രശ്നം എന്താ, നമ്മൾ ഇപ്പം ക്വീൻ സൈസ്, കിങ് സൈസ്, ഡബിള്, അങ്ങനെ പല ബെഡുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എല്ലാത്തിനും ആ ബെഡ്ഷീറ്റ് ചേരണം എന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് വാങ്ങിച്ച്, സാധാരണ ബെഡ്ഷീറ്റ് ആണെങ്കിൽ നമുക്ക് ഏത് ബെഡിൻ്റെ കൂടെയും ഫിറ്റഡ് ബെഡ്ഷീറ്റ് പോലെ തന്നെ ഇങ്ങനെ ഉള്ള കെട്ടിട്ട് വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാം. ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ അടിയിലേക്ക് കയറ്റി വയ്ക്കാം. ഇതിന് 4 സൈഡും ഇങ്ങനെ കെട്ടി വയ്ക്കണം. അതായത് 3ാമത്തെ സൈഡൊക്കെ കെട്ടി കഴിയുമ്പോഴേ അത് ഏകദേശം ഫിറ്റഡ് ബെഡ്ഷീറ്റ് പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് 4ാമത്തെ വശവും ഞാൻ കെട്ടിക്കഴിഞ്ഞു. കണ്ടോ? ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് അടിയിലേക്ക് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട്, നമ്മളിത് എത്ര പിള്ളേരൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ബെഡിലൊക്കെ കയറി ഇരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഷീറ്റിങ് താഴോട്ടിങ്ങനെ നിരങ്ങി പോരും. ഇപ്പോൾ കണ്ടോ, നമ്മൾ എത്ര വലിച്ചാൽ പോലും ഈ ഷീറ്റ് താഴോട്ട് വരത്തില്ല. അപ്പോൾ ഇതൊരു നല്ല ഐഡിയയാണ്. ഇങ്ങനെ ഇട്ടാൽ മതി, ഷീറ്റ് താഴോട്ട് പോരാതെ കിടക്കും. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് രാവിലെ നമ്മൾ ഉപയോഗശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക്, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു കട്ടിയുള്ളൊരു ഷീറ്റ്, ഇതിന് വേണ്ടി പ്രത്യേക ഷീറ്റൊന്നും വാങ്ങണമെന്നില്ലൊരു കട്ടിയുള്ളൊരു കവറിങ് ഷീറ്റ് ഇട്ടാൽ ഇത് വൃത്തിയായിട്ട് ഇവിടെ കിടക്കും. അപ്പം നമുക്ക് ഉപയോഗിക്കേണ്ടിയപ്പോൾ നമ്മൾ കിടക്കാൻ വരുമ്പോൾ ഈ മണ്ടയ്ക്കത്തെ മുകളിൽ വിരിച്ചിരിക്കുന്ന ഈ ഷീറ്റ് അങ്ങ് മാറ്റിയാൽ മതി. ടിപ്പ് നമ്പർ 2, നമ്മൾ പുതയ്ക്കാൻ എടുക്കുന്ന ബെഡ്ഷീറ്റ് എപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു പ്രശ്നം, ഒരു മിസ്റ്റേക്കാണിത്. നമ്മളിപ്പം ഇന്നിങ്ങനെ കിടന്നു, നാളെ ആകുമ്പോൾ എന്ത് ചെയ്യും, അതേ ഷീറ്റ് തന്നെ കാല് വയ്ക്കുന്ന ഭാഗം നമ്മുടെ മുഖത്തോട്ട് വരും. അതിന് വേണ്ടി കാല് വയ്ക്കുന്ന ഭാഗത്ത് 2 വശത്തും ഇതേപോലെ ഒരു ചെറിയ കെട്ടിട്ട് വെക്കണം. വലിയ കെട്ടിട്ട് വെച്ചാൽ അത് കാലിന് നമുക്കൊരു ബുദ്ധിമുട്ട് വരും, കാലിലൊക്കെ കൊള്ളുമ്പോൾ. ഇപ്പോൾ ചെറിയൊരു കെട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ 2 വശത്ത് ഓരോ കെട്ടിടണം, കാലിൻ്റെ വശത്ത് മാത്രം. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം അറിയാം കാല് വെച്ച ഭാഗം ഏതാണെന്ന്, കാല് പുതച്ച ഭാഗം ഏതാണെന്ന്. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കണ്ടോ ഈ കെട്ട്. ഇനി ഈ കെട്ടിങ്ങനെ അഴിച്ച് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിലൊക്കെ ഇടുമ്പോൾ കെട്ടങ്ങ് അഴിച്ച് കളഞ്ഞിട്ട് വേണം ഇടാൻ. ടിപ്പ് നമ്പർ 3, ഉപയോഗിച്ച് ഇങ്ങനെ തീരാറായ സോപ്പൊക്കെ സാധാരണ നമ്മൾ കളയാറാണ് പതിവ്. ഇത് കളയാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇങ്ങനെ നല്ല സോപ്പുകളൊക്കെയാണ്, പക്ഷേ ഇത് നമ്മളങ്ങ് ഉപയോഗിച്ച് തീരാറാകുമ്പോൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, നമ്മളങ്ങ് കളയും. ഇതിങ്ങനെ ലൂസായിപ്പോയ ഈ ഹാൻഡ് ഗ്ലൗസ് ഉണ്ടല്ലോ, ഇത് കോട്ടൺ ഗ്ലൗസാണ്. ഇത് നമുക്ക് ഈ സോപ്പിൻ്റെ കഷ്ണമൊക്കെ പെറുക്കി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. അഥവാ ഇങ്ങനെ ഈ ഗ്ലൗസ് ഇല്ല എങ്കിൽ നമുക്ക് ഈ പഴയ സോക്സൊക്കെ കാണുമല്ലോ, ഈ വലിഞ്ഞു പോയ സോക്സൊക്കെ, ആ സോക്സിലേക്ക് ഇട്ടിട്ടാണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നനച്ചിട്ട് ഉണ്ടോ, ഇങ്ങനെ നമുക്കിത് തുണികളൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യാനും വളരെ എളുപ്പമാണ്. കണ്ടോ? അപ്പോൾ ഈ സോപ്പ് ഇങ്ങനെ തുണിയിലങ്ങ് പറ്റി പിടിച്ചിരിക്കുന്നുള്ള പ്രശ്നവും വരത്തില്ല. ഈ നമ്മുടെ ചെറിയ ചെറിയ സോപ്പുകളൊന്നും, സോപ്പിൻ്റെ ആ ചെറിയ കഷ്ണങ്ങളൊന്നും നമുക്ക് കളയാതെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അതിനകത്ത് ഇതൊക്കെ അങ്ങ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കിത് ഉണങ്ങാനിട്ടേക്കണം. ഇപ്പോൾ വിൻഡോയുടെ സൈഡിലോ എവിടെ സ്ഥലമെന്ന് വെച്ചാൽ അതിലോട്ട് ഇതൊരു ക്ലിപ്പ് ചെയ്തങ്ങ് ഇട്ട് വയ്ക്കാം. ഉണ്ടോ? ഇതിങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു വിൻഡോയുടെ സൈഡിലോട്ടോ വല്ലതും ഇങ്ങനെ ഇട്ട് വെച്ചത് അത് അവിടെ കിടന്ന് ഉണങ്ങി കിടന്നോളൂ. പിറ്റേ ദിവസം അല്ലേ എപ്പോഴാണ് നമുക്ക് അടുത്ത് ഉപയോഗിക്കുമ്പോഴും ഇതൊന്ന് നനച്ചിട്ട് നമുക്ക് തുണിയൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കാം.